രാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന എല്ലാ പാട്ടുകളും എല്ലാം ഓരോ രാഗത്തിലാണ് സൃഷ്ടിക്കുന്നത്. ഓക്കെ, എല്ലാ പാട്ടിനും ഉണ്ടാവും ഓരോരോ രാഗങ്ങൾ. അപ്പൊ ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു രാഗം, ഇപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും റീസെന്റ് വന്നത് കല്യാണി രാഗത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്, കല്യാണി രാഗത്തിൽ വരുന്ന ഒരു പാട്ടിൽ തുടങ്ങും, എന്നിട്ട് അത് കുറച്ച് പാടി അതിൽ തന്നെ അദ്ദേഹം തമിഴോ ഹിന്ദിയോ ആയിട്ടുള്ള അടുത്തൊരു പാട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് അതും കുറച്ച് പാടിക്കുമ്പോഴത്തേക്ക് അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈവായിട്ട് വരുന്ന മെഡ്ലി പോലെ ഈ രാഗത്തിലുള്ള പല പാട്ടുകളുടെ ഒരു കോമ്പിനേഷൻ മിക്സ് ചെയ്ത് അതാണ് ഇദ്ദേഹം ചെയ്യണത്. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ യൂട്യൂബിൽ ഇത് അദ്ദേഹം ഇടുമ്പോൾ ഫുൾ അതൊരു ഒറ്റ വീഡിയോ 40 മിനിറ്റ്സിലാണ്, വിച്ച് ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു 20 സോങ്സ് ഏകദേശം വരാറുണ്ട്. എന്നിട്ട് ഇദ്ദേഹം യൂഷ്വൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ 4 ഞാൻ കണ്ടിരിക്കണത്, ശങ്കരാഭരണത്തിൽ കണ്ടിട്ടുണ്ട്, കല്യാണിയിൽ, മോഹനത്തിൽ, അങ്ങനെ 3-4 രാഗത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നതാണ് ഞാൻ ഇതുവരേക്കും കണ്ടിരിക്കുന്നത്. അതിൽ ഓരോന്നും ഇദ്ദേഹം ചെയ്തു ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 months 3 months ഗ്യാപ്പിലാണ് എന്തോ അടുത്തത് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു 1-2 months ഗ്യാപ്പ് ഉണ്ടാവില്ലേ, ആ സമയത്ത് ഈ 40 മിനിറ്റ്സിൻ്റെത് യൂട്യൂബിൽ ഇപ്പൊ എപ്പോഴും നമുക്ക് സമയം ഉണ്ടാവണം എന്നില്ല ഒരുമിച്ച് നമുക്ക് ഒരു പാട്ട് ഫുൾ കേൾക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ചും കൂടെ സോഷ്യൽ മീഡിയ റീച്ചിനും എല്ലാവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടും എപ്പോഴും എല്ലാവർക്കും എന്താണ് കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് വരുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ അത് റീച്ച്